ഹരി ഓം. കൃഷ്ണമന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ചന്ദ്രൗദ്രജന്തമനുപേതമപേതകൃത്യം വൈവായനോ വിരഹവാദരയാജുഹാവ പുത്രേതി തന്മയതയാ തരവോദിനേ ദുഷ്ടം സർവഭൂതഹൃദയം സമാനീയരായ പിതാവിന്ദമായ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26-ാം അധ്യായം 30-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം 29 വരെ. സംശയോഥ വിപര്യാസോ നിശ്ചയ മുതിരേവതാം സ്വാപയിത്യുച്യതേ ബുദ്ധേർലക്ഷണം വർത്തിത. ഓരോന്നിന്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് വരികയാണ്. അതില് മനസ്സിന്റെ വരെ പറഞ്ഞു കഴിഞ്ഞു, ചിത്തത്തിന്റെ പറഞ്ഞു, മനസ്സിന്റെ കഴിഞ്ഞു. ഇനിയും ബുദ്ധിയുടെ ലക്ഷണം പറയാണ്. സംശയോഥ വിപര്യാസോ, സംശയം. അതേപോലെ വിപര്യാസം, വിപരീത ഭാവം. നിശ്ചയ സ്മൃതിരേവച, നിശ്ചയം ഉറപ്പിക്കൽ, സ്മൃതി ഓർമ്മിപ്പിക്കൽ. ഏവച ഇവയും സ്വാപ ഇത്യുച്യതേ, സ്വാപം ഉറക്കം. ഇതി ഉച്യതേ ഇവകൾ പറയപ്പെടുന്നു. ബുദ്ധേഹ ലക്ഷണം വൃത്തിത പൃഥക്. ബുദ്ധേഹ ലക്ഷണം, ബുദ്ധിയുടെ ലക്ഷണം വൃത്തിത, അവയുടെ പ്രവൃത്തി അനുസരിച്ച് പൃഥക് ഉച്യതേ, വേർതിരിച്ചു പറയുന്നു ബുദ്ധിയുടെ ലക്ഷണം. സാമാന്യമായിട്ട് ദ്രവ്യങ്ങളുടെ സ്മരണമാണെന്ന് സൂചിപ്പിച്ചു വിട്ടു മുമ്പ്, ഒരു വിധത്തിലിരിക്കുന്ന വസ്തുവിന് അതിൽ വിരോധിക്കുന്ന പലവിധ ജ്ഞാനരൂപങ്ങളുമാണ് സംശയം. ബുദ്ധിയുടെ ഒരു വിഷയം അതാണ്. ഒരു വിധത്തിലിരിക്കുന്ന ഒരു വസ്തു, അതിന് വിരോധമായി പലവിധ ജ്ഞാനരൂപങ്ങളുണ്ടാകും. അപ്പൊ അതിൽ ഏതാണ് എന്നുള്ള ഒരു സംശയം. അത് ബുദ്ധിയുടെ ഒരു തരത്തിലുള്ള ലക്ഷണമാണ്. പിന്നെ വിപരീതമായി ധരിക്കൽ. രാത്രിയിൽ നടന്നു പോകുമ്പോൾ ഇരുട്ടത്ത് ഒരു മരക്കുറ്റി നിൽക്കുന്ന കണ്ടാൽ അതൊരാള് നിൽക്കുകയാണോ അതോ ഇതാണോ എന്നിങ്ങനെ അവിടെ വിപരീത ബുദ്ധി ഉണ്ടാകാം. അപ്പൊ സംശയം ഉണ്ടാകാം, വിപരീത ബുദ്ധി, മിഥ്യയായ ജ്ഞാനം ഉണ്ടാകാം. അതുപോലെ വിപര്യാസം, വിപരീതമായ അറിവ്. വെളുത്ത ശംഖിനെ കണ്ടിട്ട് അത് മഞ്ഞ നിറമുള്ളതാണോ എന്ന് ആശങ്കിക്കുക. ഒരുപക്ഷെ കണ്ണിന്റെ കുഴപ്പം കൊണ്ട് മഞ്ഞപ്പിത്തക്കാരന് തോന്നിക്കുന്ന ആവാം. അതുകൊണ്ട് അങ്ങനെയുള്ളതിന് വിപര്യാസം എന്ന് പറയാം. അതേപോലെ നിശ്ചയം, നിശ്ചയജ്ഞാനം, ബുദ്ധിയുടെ ശരിയായ ലക്ഷണം അതാണ് നിശ്ചയജ്ഞാനം. ഒരിക്കൽ അനുഭവിച്ചത് സുഖമോ ദുഃഖമോ എന്ന് വീണ്ടും ഓർമ്മിക്കലാണ് സ്മൃതി. അതും ബുദ്ധിയുടെ വൃത്തി തന്നെയാണ്. ഒന്നും പ്രവർത്തിക്കാതെ ജ്ഞാനവൃത്തിയിൽ സുഖമായി ഇരിക്കുന്നതിന്റെ പേര് നിദ്ര. അതും ബുദ്ധിയുടെ വൃത്തിയാണ്. ഇങ്ങനെ ബുദ്ധിക്കുള്ള വൃത്തിഭേദങ്ങൾ പല നിമിത്തം കൊണ്ട് ലക്ഷണഭേദം സങ്കല്പിക്കാം. സംശയം, വിപര്യാസം, നിശ്ചയം, സ്മൃതി, സ്വാപ. ഈ 5 ബുദ്ധിയുടെ പ്രവൃത്തി അനുസരിച്ചുള്ള ഭേദം. സംശയോധ വിപര്യാസോ നിശ്ചയ സ്മൃതിരേവതാം സ്വാപ ഇത്യുച്യതേ ബുദ്ധിർലക്ഷണം വർത്തിത പൃഥക്.
अथ संशयः विपर्यासः निश्चयः स्मृतिः एव च स्वाप इति उच्यते। बुद्धेः वृत्तितः पृथक् लक्षणम्। संशयोऽथ विपर्यासो निश्चयः स्मृतिरेव च स्वाप इत्युच्यते बुद्धेर्लक्षणं वृत्तितः पृथक्। संशयोऽथ विपर्यासो निश्चयः स्मृतिरेव च स्वाप इत्युच्यते बुद्धेर्लक्षणं वृत्तितः पृथक्। तैजफानीन्द्रियाण्येव क्रियाज्ञानविभागशां प्राणस्य हि क्रियाशक्तिर्बुद्धिर्विज्ञानशक्तिदाम्। തൈജഫാനി ഇന്ദ്രിയാണി ഏവ. തൈജഫമായ ഇന്ദ്രിയങ്ങൾ രാജസാഹങ്കാരത്തിൽ നിന്നും ഉണ്ടായതാണ്. തൈജഫങ്ങളായ ഇന്ദ്രിയങ്ങൾ ഏവ ക്രിയാജ്ഞാന വിഭാഗശ. അത് എന്താ പ്രവൃത്തിയും ജ്ഞാനവും എന്നുള്ള വിഭാഗങ്ങളോട് കൂടിയ ഇന്ദ്രിയങ്ങളാണ് തൈജഫങ്ങൾ. പ്രാണസ്യ ക്രിയാശക്തി ബുദ്ധിർ വിജ്ഞാനശക്തിത. എന്തെന്നാൽ ക്രിയാശക്തിയുടെ പ്രവൃത്തി സാമർഥ്യം കൊണ്ട് പ്രാണന്റേതാകുന്നു. പ്രാണസ്യ ക്രിയാശക്തി, വിജ്ഞാനത്തിനുള്ള ശക്തി അത് ബുദ്ധിയുടേതുമാണ്. ഇന്ദ്രിയങ്ങളുടെ ഒരു ആവിർഭാവത്തെ കുറിച്ച് പറയുകയാണ്. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് രണ്ടു തരം ഇന്ദ്രിയങ്ങളുണ്ട്. നമ്മൾ കണ്ടു. അത് രണ്ടും രാജസാഹങ്കാരത്തിനുണ്ടായത് തന്നെയാണ്. കാരണം ഇതിനെല്ലാം കാരണം അവിടെ ക്രിയാശക്തി പ്രാണനിൽ, ജ്ഞാനശക്തി ബുദ്ധിയിൽ നിന്നും ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾക്ക് രണ്ടു തരത്തിലുള്ള കഴിവാണ്. ഒന്ന് ബുദ്ധി, രണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ്. ഇത് രണ്ടും ഇന്ദ്രിയങ്ങൾക്കുണ്ട്. ഇത് രണ്ടും പ്രാണനിൽ നിന്നും ബുദ്ധിയിൽ നിന്നും കിട്ടുന്നതാണ്. ഇത് രണ്ടും രാജസാഹങ്കാരത്തിനും ഉണ്ടായതാണ്. അതിനാൽ ഇന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ ഉണ്ടായത് തന്നെ എന്ന് ഉറപ്പിക്കാം. തൈജഫാനീന്ദ്രിയാണ്യേവ ക്രിയാജ്ഞാന വിഭാഗശാം പ്രാണസ്യ ക്രിയാശക്തിർബുദ്ധിർവിജ്ഞാനശക്തിതാം. ക്രിയാജ്ഞാന വിഭാഗശഃ ഇന്ദ്രിയാണി തൈജഫാനി ഏവ ഹി ക്രിയാശക്തി പ്രാണസ്യ വിജ്ഞാനശക്തിത ബുദ്ധി. തൈജഫാനീന്ദ്രിയാണ്യേവ ക്രിയാജ്ഞാന വിഭാഗശാം പ്രാണസ്യ ക്രിയാശക്തിർബുദ്ധിർവിജ്ഞാനശക്തിതാം. തൈജഫാനീന്ദ്രിയാണ്യേവ ക്രിയാജ്ഞാന വിഭാഗശാം പ്രാണസ്യ ക്രിയാശക്തിർബുദ്ധിർവിജ്ഞാനശക്തിതാം. താമസാച്ച വികുർവാണാം ഭഗവത് വീര്യജ്യോതിതാ ശബ്ദമാത്രം അഭൂത്തസ്മാത് നഭശ്രോത്തം തു ശബ്ദകം. താമസത്തിൽ നിന്നും, വികാരം ഉണ്ടായ താമസത്തിൽ നിന്നും, വികുർവാണാത് താമസാച്ചാം ഭഗവത് വീര്യചോദിത. നേരത്തെ വന്നാണ് ഭഗവാന്റെ വീര്യശക്തി കൊണ്ട് പ്രചോദിപ്പിക്കപ്പെട്ടിട്ട് ശബ്ദമാത്രം അഭൂ, ശബ്ദമെന്ന മാത്രയുണ്ടായി. തസ്മാത് നഭഃ, ശബ്ദമെന്ന തന്മാത്രയിൽ നിന്നും ആകാശമുണ്ടായി. ശ്രോത്രം തു ശബ്ദകം, അങ്ങനെ ചെവി ശബ്ദത്താൽ ഗമിക്കപ്പെടുന്നതാണ്, എത്തപ്പെടുന്നതാണ് അർത്ഥം. ഈശ്വരന്റെ ശക്തിസ്വരൂപമായ ആ കാലത്തിന്റെ പ്രേരണ കൊണ്ടാണ് താമസാഹങ്കാരത്തിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ചപ്പോൾ അതിൽ നിന്നും സൂക്ഷ്മദ്രവ്യമായ ശബ്ദം ഉണ്ടായി. അതിൽ നിന്നും ആകാശം ഉണ്ടായി. ശ്രോത്രമായി നിന്ന ഇന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിക്കാനുള്ള കാരണം ആകാശം എന്ന തന്മാത്ര ഉള്ളതുകൊണ്ടാണ്. താമസാച്ച വികുർവാണാത് ഭഗവത് വീര്യചോദിതാൻ ശബ്ദമാത്രം അഭൂത്തസ്മാൻ നഭശ്രോത്രം തു ശബ്ദകം. ഭഗവത് വീര്യചോദിതാത് വികുർവാണാത് താമസാത് ശബ്ദമാത്രം അഭൂത് തസ്മാത് നഭഃ ശ്രോത്രം തു ശബ്ദകം. താമസാച്ച വികുർവാണാൻ ഭഗവത് വീര്യചോദിതാത് ശബ്ദമാത്രം അഭൂത്തസ്മാൻ നഭശ്രോത്രം തു ശബ്ദകം. താമസാച്ച വികുർവാണാത് ഭഗവത് വീര്യചോദിതാത് ശബ്ദമാത്രം അഭൂത്തസ്മാൻ നഭശ്രോത്രം തു ശബ്ദകം. അർത്ഥാശ്രയത്വം ശബ്ദസ്യാം ദ്രഷ്ടുർലിംഗത്വമേവ ചാം തന്മാത്രത്വം ച നഭസോ ലക്ഷണം കവയോ വിദും.
അർത്ഥാശ്രയത്വം ശബ്ദസ്യ. അർത്ഥത്തെ ആശ്രയിച്ചാണ് ശബ്ദം നിലനിൽക്കുന്നത്. ഏത് ദ്രവ്യമാണ് എന്ന് ശബ്ദം കൊണ്ടാണ് നമ്മെ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് അർത്ഥത്തെ ആശ്രയിച്ച്, അർത്ഥം ഇവിടെ ദ്രവ്യമാണ്, അർത്ഥത്തെ ആശ്രയിച്ച് പ്രകാശിപ്പിക്കുന്ന അവസ്ഥയാണ് ശബ്ദത്തിലുള്ളത്. ദൃഷ്ടു ലിംഗത്വമേവച. അത് കാണുന്നവന്റെ, ദ്രഷ്ടാവിന്റെ ലിംഗത്വമാണ്, അടയാളമാണ്, ജ്ഞാപകമാണ്. ആള് മുമ്പിലില്ലെങ്കിലും ആള് മറഞ്ഞു നിന്നാലും ശബ്ദം കേട്ട് തിരിച്ചറിയാൻ പറ്റും. ദ്രഷ്ടുഹു ലിംഗത്വമേവച. ദ്രഷ്ടാവിന്റെ അടയാളം മതി, ശബ്ദം ഒരു അടയാളമാണ്. ഈ അടയാളം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പലരുടെയും ശബ്ദം അടയാളം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ശബ്ദം ഒരു അടയാളമാണ്. ആരുടെയും ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആ അടയാളം വെച്ചത് ഇന്നാരാണ് എന്ന് തിരിച്ചറിയുക. അങ്ങനെ ശബ്ദം ഒരു അടയാളവും കൂടിയാണ്. തന്മാത്രത്വം ജലഭവോ ലക്ഷണം കവയോവിധവും. തന്മാത്രത്വം പദാർത്ഥം, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മാവസ്ഥയ്ക്കാണ് തന്മാത്ര എന്ന പേര്. ആ തന്മാത്രയുടെയും അതിസൂക്ഷ്മാവസ്ഥയ്ക്കാണ് അണു എന്ന പേര്. എന്നിങ്ങനെ പദാർത്ഥങ്ങളെ മൂന്ന് ഘടകങ്ങളായിട്ട് വിഭജിക്കാം. എന്താണ്? ഒന്ന് പദാർത്ഥം, പിന്നൊന്ന് അവയുടെ തന്മാത്ര, പിന്നൊന്ന് അണു എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. അതിലെ തന്മാത്രത്വം എന്നുള്ള സൂക്ഷ്മ സ്വരൂപമാണ് ശബ്ദത്തിന്റെ ലക്ഷണമെന്ന് കവികൾ, അറിവുള്ളവർ, വിദുഹു അറിയുന്നു. അർത്ഥാശ്രയത്വം ശബ്ദസ്യാദഷ്ടുർലിംഗത്വമേവതാം തന്മാത്രത്വം ജലഭവോ ലക്ഷണം കവയോ വിദും. അർത്ഥാശ്രയത്വം ദ്രഷ്ടുഹു ലിംഗത്വം നഭഃ തന്മാത്രത്വം ശബ്ദസ്യ ലക്ഷണം കവയഃ വിദുഃ. അർത്ഥാശ്രയത്വം ശബ്ദസ്യാം ദ്രഷ്ടുർലിംഗത്വമേവചാം തന്മാത്രത്വം ജലഭവോ ലക്ഷണം കവയോ വിദും. അർത്ഥാശ്രയത്വം ശബ്ദസ്യാദഷ്ടുർലിംഗത്വമേവചാം തന്മാത്രത്വം ജലഭവോ ലക്ഷണം കവയോ വിദും. ഭൂതാനം ഛിദ്രധാതുത്വം ബഹിരന്തരമേവചാം പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം നഭസോ വൃത്തിലക്ഷണം. നീ നഭസിന്റെ വൃത്തിലക്ഷണം, ശബ്ദത്തിനെ പറഞ്ഞു. നീ നഭസിന്റെ വൃത്തിലക്ഷണം. ഭൂതാനം ഛിദ്രധാതുത്വം, ഭൂതങ്ങൾക്ക് ഇട കൊടുക്കുക. ഛിദ്രം എന്നുള്ളതിന് ദ്വാരം, ഇട എന്നർത്ഥം. ഒരു പദാർത്ഥത്തിന് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലത്തിന്റെ പേരാണ് ആകാശം എന്ന്. ആകാശത്തിലാണ് പദാർത്ഥങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിനൊരു ഇട വേണം. ഛിദ്രധാതുത്വം ബഹിരന്തരമേവച, അകത്തും പുറത്തും ഒരു പദാർത്ഥത്തിന് ഇരിക്കാനുള്ള ഇട വേണം. ഒരു ബക്കറ്റ് കൊണ്ടുവച്ചാൽ ആ ബക്കറ്റ് ഇരിക്കാനുള്ള സ്ഥലം അത്രയും വൃത്താകൃതിയിൽ വേണം. ബക്കറ്റിന്റെ അകത്തും സ്ഥലം വേണം. അതുകൊണ്ട് പദാർത്ഥത്തിന്റെ ഉള്ളിലും പുറത്തും എന്ത് വേണം? അതിന് സ്ഥലം വേണം. ബഹിരന്തരമേവത പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം. പ്രാണൻ, ഇന്ദ്രിയം, ആത്മാവ് അല്ലെങ്കിൽ മനസ്സ്, ഇവയ്ക്ക് വസിക്കാനുള്ള സ്ഥാനം കൊടുക്കുന്നതും ആകാശമാണ്. പ്രാണന് ഉള്ള സ്ഥാനം, ഇന്ദ്രിയങ്ങൾക്കുള്ള സ്ഥാനം, മനസ്സിനുള്ള സ്ഥാനം, ഇത്രയുമാണ് നഭസോ വൃത്തിലക്ഷണം. ആകാശത്തിന്റെ വൃത്തിലക്ഷണം ഇത്രയുമാണ് എന്നർത്ഥം. അതായത് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള സകല ജീവജാലങ്ങൾക്കും വസിക്കാനുള്ള ഇട കൊടുക്കുന്നതാണ് ആകാശം. ഉൾഭാഗത്തും പുറം ഭാഗത്തും ആകാശമുണ്ട്. അന്തരാകാശവും ബഹിരാകാശവും ഉണ്ട്. ശരീരത്തിന്റെ അകത്തും ആകാശമുണ്ട്, ഇടയുണ്ട്, സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് പ്രാണനും ഇന്ദ്രിയങ്ങളും അവിടെ വസിക്കാൻ കാരണമായിരിക്കുന്ന സ്ഥലമുള്ളതുകൊണ്ട്. അല്ലെ അവരോട് പോകും. ഇതിനൊന്നും അകത്തിരിക്കാൻ സ്ഥലമില്ലെങ്കിലോ, സ്ഥലമില്ല വെച്ചേക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വസിക്കാനുള്ള സ്ഥാനം
നാഡികളുടെ അന്തർഭാഗത്താണല്ലോ, അതകത്താണ്. അതിനും കാരണം ആകാശമാണ്. ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങൾക്കും കാരണം ആകാശമാണ്. ഇതാണ് ആകാശത്തിന്റെ സദ്ഭാവം എന്നറിയുക. ശബ്ദമെന്നത് സൂക്ഷ്മമായ ആകാശമാണ്. ആകാശം സ്ഥൂലമാകാം. ഈ രണ്ടിന്റെയും ലക്ഷണം, ഈ രണ്ടിന്റെയും ഉൽപ്പത്തിയും ഇനിയുള്ള ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞു വരുന്നുണ്ട്. ഭൂതാനം ഛിദ്രധാതുത്വം ബഹിരന്തരമേവ ച പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം നഭസോ വൃത്തിലക്ഷണം. ഭൂതാനം ഛിദ്രധാതുത്വം ബഹിരന്തരം ഏവ ച പ്രാണേന്ദ്രിയ ആത്മാധിഷ്ണ്യത്വം നഭസഃ വൃത്തിലക്ഷണം. ഭൂതാനം ഛിദ്രധാതുത്വം ബഹിരന്തരമേവ ച പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം നഭസോ വൃത്തിലക്ഷണം. ഭൂതാനം ഛിദ്രധാതുത്വം ബഹിരന്തരമേവ ച പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം നഭസോ വൃത്തിലക്ഷണം. നഭഃശബ്ദതന്മാത്രാത് കാലഗത്യാ വികുർവതാം സ്പർശോ ഭവത്തതോ വായുസ്ത്വക്സ്പർശസ്യ ച സംഗ്രഹഃ. നഭഃ ശബ്ദതന്മാത്രാത്, ആകാശത്തിന്റെ ശബ്ദതന്മാത്രമായ ആകാശത്തിൽ നിന്നും, ശബ്ദതന്മാത്രാത് നഭഃ ആകാശത്തിൽ നിന്നും, കാലഗത്യ വികുർവതഃ കാലത്തിന്റെ ഗതി അനുസരിച്ച് അതിന് വികാരം സംഭവിച്ചപ്പോൾ, മാറ്റം സംഭവിച്ചപ്പോൾ, ചേഞ്ച് ഉണ്ടായപ്പോൾ, കാലത്തിന് ജോലി മാറ്റം ഉണ്ടാക്കലാണ്, ചേഞ്ച് ഉണ്ടാക്കലാണ്. അങ്ങനെ ചേഞ്ച് ഉണ്ടാക്കിയ ശബ്ദതന്മാത്രമായ നഭഫിൽ നിന്നും സ്പർശമുണ്ടായി. സ്പർശോ അഭവത്, സ്പർശമുണ്ടായി. തതോ വായു, ആ സ്പർശത്തിൽ നിന്നും വായു ഉണ്ടായി. ത്വക്ക് സ്പർശസ്യ സംഗ്രഹ, ത്വക്കാണ് സ്പർശത്തെ അറിയുവാനുള്ള ഉപകരണം. സംഗ്രഹം ഇവിടെ ഉപകരണം എന്നർത്ഥം. സ്പർശത്തെ ഗ്രഹിപ്പാനുള്ള ഇന്ദ്രിയമാണ് ഇവിടെ ത്വക്കെന്ന ഇന്ദ്രിയം. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഒന്നാണ് ത്വക്ക്. അപ്പൊ കാലത്തിന്റെ പ്രേരണ കൊണ്ട് രൂപമാറ്റം സംഭവിച്ച ശബ്ദതന്മാത്രമായ ആകാശത്തിൽ നിന്നും സ്പർശം എന്ന സൂക്ഷ്മഭൂതമുണ്ടായി. അപ്പം ശബ്ദം, ആകാശം, അതിൽ നിന്നും അതിൻ്റെ സൂക്ഷ്മഭൂതമായ സ്പർശം ഉണ്ടായി. സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി. അങ്ങനെ സ്പർശത്തെ ഗ്രഹിക്കാൻ ഇന്ദ്രിയം ത്വക്കായി. നഭഃശബ്ദതന്മാത്രാത് കാലഗത്യാ വികുർവതാം സ്പർശോ ഭവത്തതോ വായുസ്ത്വക്സ്പർശസ്യ ച സംഗ്രഹഃ. കാലഗത്യാ വികുർവതഃ ശബ്ദതന്മാത്രാത് നഭഃ സ്പർശഃ തതഃ വായുഃ അഭവത്. ത്വക്ക് സ്പർശസ്യ സംഗ്രഹഃ. നഭഃശബ്ദതന്മാത്രാത് കാലഗത്യാ വികുർവതാം സ്പർശോ ഭവത്തതോ വായുസ്ത്വക്സ്പർശസ്യ ച സംഗ്രഹഃ. നഭഃശബ്ദതന്മാത്രാത് കാലഗത്യാ വികുർവതാം സ്പർശോ ഭവത്തതോ വായുസ്ത്വക്സ്പർശസ്യ ച സംഗ്രഹഃ. മൃദുത്വം കഠിനത്വം ച ശൈത്യമുഷ്ണത്വമേവ ച ഏതത് സ്പർശസ്യ സ്പർശത്വം തന്മാത്രത്വം. നഭഃസ്വതഃ മൃദുത്വം, മൃദു എന്ന ധർമ്മത്തോട് കൂടിയത്, മാർദ്ദവമായിരിക്കുന്ന അവസ്ഥ. കഠിനത്വം, കഠിനമെന്ന ധർമ്മത്തോടുകൂടി കടുപ്പമായിരിക്കുന്ന അവസ്ഥ. മൃദുത്വം കഠിനത്വം ച, അത് രണ്ടും. ശൈത്യം ഉഷ്ണത്വമേവ ച, ശീതത്വമാണ് ശൈത്യം തണുപ്പ്, ഉഷ്ണത്വം ചൂട്. ഏതത് ഈ നാലെണ്ണമാണ് സ്പർശസ്യ സ്പർശത്വം. സ്പർശം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നത് ഈ നാലെണ്ണമാണ്. അത് നഭഃസ്വതഃ തന്മാത്രത്വം, അത് ആകാശത്തിന്റെ തന്മാത്രയുമാണ്. സ്പർശിച്ചാൽ അറിയാൻ പറ്റുന്ന നാല് കാര്യം: ഒന്ന് മൃദുവാണോ,
കഠിനമാണോ, തണുപ്പാണോ, ചൂടാണോ? ഈ 4 വിവരങ്ങളാണ് ഈ സ്പർശഗുണമുള്ള ത്വക്ക് നമുക്ക് നൽകുന്നത്. മൃദുത്വം, കഠിനത്വം, ശൈത്യമുഷ്ണത്വമേവതാം ഏതത് സ്പർശസ്പർശത്വം തന്മാത്രത്വം നഭസ്വതഃ. മൃദുത്വം, കഠിനത്വം, ശൈത്യം, ഉഷ്ണത്വം ഏവച ഏതത് സ്പർശസ്യ സ്പർശത്വം നഭസ്വതഃ തന്മാത്രത്വം. മൃദുത്വം, കഠിനത്വം, ശൈത്യമുഷ്ണത്വമേവച ഏതത് സ്പർശസ്യ സ്പർശത്വം തന്മാത്രത്വം നഭസ്വതഃ. മൃദുത്വം, കഠിനത്വം, ശൈത്യമുഷ്ണത്വമേവച ഏതത് സ്പർശസ്യ സ്പർശത്വം തന്മാത്രത്വം നഭസ്വതഃ. ചാലനം, വ്യൂഹനം, പ്രാപ്തി, നേതൃത്വം, ദ്രവ്യശബ്ദയോ സർവേന്ദ്രിയാണാമാത്മത്വം വായോ കർമാഭിലക്ഷണം. ചാലനം, ദ്രവ്യത്തിന്റെയും ശബ്ദത്തിന്റെയും ഇളക്കം എന്നത്, അതാണ് ചാലനം. വ്യൂഹനം, അതിനെ കൂട്ടുക, ഒന്നിച്ചാക്കുക, അവയെ കൂട്ടിച്ചേർത്ത് ഒന്നിച്ചാക്കുക. ക്ലാസ്സിനല്ലോ എത്രയും ചോദിച്ചാൽ മതിയോ? ചാലനം, വ്യൂഹനം, പ്രാപ്തി, നേതൃത്വം. എന്താ പ്രാപ്തി? എത്തുക, പ്രവേശിക്കുക. നേതൃത്വം, നയിക്കൽ. ഇത് ചാലനം, വ്യൂഹനം, പ്രാപ്തി, നേതൃത്വം, ദ്രവ്യശബ്ദയോ. ദ്രവ്യത്തിന്റെയും ശബ്ദത്തിന്റെയും ഈ 4 പ്രവർത്തികൾ: ചലിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, എത്തിക്കുക, നേതൃത്വം വഹിക്കുക, ഒന്നിനെ മറ്റു ദിക്കിലേക്ക് നയിക്കുക. ഇത് 4ഉം സർവേന്ദ്രിയാണാം ആത്മത്വം, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ആത്മഭാവമാണ് ഇത്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലമുണ്ടാക്കിയിരിക്കുന്ന അവസ്ഥയാണ് ഇത്. ഇത് വായോഹോ കർമാഭിലക്ഷണം, ഇത് വായുവിന്റെ ലക്ഷണമായ കർമ്മമാണ്. അപ്പൊ ഇനിയും വായുവിന്റെ ലക്ഷണത്തെ കുറിച്ച് പറയുകയാണ്. ഈ സ്പർശത്തിൽ നിന്നും ആണ് വായുവിന്റെ തന്മാത്രകൾ ഉണ്ടായി വായുവാകുന്നത്. അവയുടെ തന്മാത്രകൾ ഈ 4എണ്ണമാണ്. ഒന്ന് ചലനമാണ്, വൃക്ഷശാഖാദികളെ ചലിപ്പിക്കുക, ഇളക്കുക. പിന്നെ അവിടെയും ഇവിടെയും ഒറ്റയ്ക്ക് കിടക്കുന്ന കരീരകളെ ഒന്നിച്ചു കൂട്ടിച്ചേർക്കൽ, അതാണ് വ്യൂഹനം. അത് വായുവിന്റെ ലക്ഷണമാണ്. ചിതറുക, കൂട്ടിച്ചേർക്കുക, ഇത് രണ്ടും. അതേപോലെ എന്താ പ്രാപ്തി, എത്തിക്കുക. ദൂരദേശത്തു നിന്നും പലതരം ഗന്ധങ്ങളെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കൽ വായുവിന്റെ കർമ്മമാണ്. വായുവാണ് പുഷ്പസുഗന്ധങ്ങളും മലിന വസ്തുവിന്റെ ദുർഗന്ധവും നമ്മുടെ അടുത്തേക്ക് പ്രാപിപ്പിക്കുന്നത് വായുവിന്റെ കർമ്മമാണ്. പ്രാപ്തി, നേതൃത്വം ച, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ബലമുണ്ടാക്കാനുള്ള ഒരു കഴിവ് അതാത് അവയവങ്ങളിലേക്ക് കൊണ്ടുചെന്ന് അതാത് കർമ്മങ്ങൾ ചെയ്യിക്കാനുള്ള ഒരു നേതൃത്വം ആർക്കുണ്ട്? വായുവിന്. ഇത്രയും വായുവിന്റെ കർമ്മലക്ഷണമാണ്. ചാലനം, വ്യൂഹനം, പ്രാപ്തി, നേതൃത്വം, ദ്രവ്യശബ്ദയോ സർവേന്ദ്രിയാണാത്മത്വം വായോ കർമാഭിലക്ഷണം. ദ്രവ്യശബ്ദയോ ചാലനം, വ്യൂഹനം, പ്രാപ്തി, നേതൃത്വം, സർവേന്ദ്രിയാണാം ആത്മത്വം വായോ അഭിലക്ഷണം കർമ്മ. ചാലനം, വ്യൂഹനം, പ്രാപ്തിർ, നേതൃത്വം, ദ്രവ്യശബ്ദയോ സർവേന്ദ്രിയാണാമാത്മത്വം വായോ കർമാഭിലക്ഷണം.
ചാലനം വ്യൂഹനം പ്രാപ്തനേതൃത്വം ദ്രവ്യശബ്ദയോ സർവേന്ദ്രിയാണാത്മത്വം വായോ കർണാഭിലക്ഷണം. വായോശ്ച സ്പർശതന്മാത്രാ രൂപം ദൈവേരിതാദഭൂത് സമുത്ഥിതം തതസ്തേജ ചക്ഷൂരൂപോപലംഭനം. വായോഹ ച വായുവിന്റെ സ്പർശ തന്മാത്രമായിരിക്കുന്ന വായോഹോ വായുവിൽ നിന്നും. വായു ഉണ്ടെങ്കിലേ സ്പർശന ഗുണം അറിയത്തുള്ളൂ, വായു ഇല്ലെങ്കിൽ അറിയില്ല. അതുകൊണ്ട് ത്വക്കിന് സ്പർശന ഗുണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വായു. അങ്ങനെ സ്പർശ തന്മാത്രമായിരിക്കുന്ന വായുവിൽ നിന്നും വായോശ്ച സ്പർശ തന്മാത്രാത് രൂപം, അതിൽ നിന്ന് രൂപം ഉണ്ടായി. ദൈവേരിതാത് അഭൂത്, ദൈവത്താൽ വിധിയാൽ ഈശ്വരശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടതായ സ്പർശ തന്മാത്രയിൽ ആയ വായുവിൽ നിന്നും രൂപം ഉണ്ടായി. വായുവിൽ നിന്നാണ് രൂപത്തിന്റെ ഉദ്ഭവം. സമുത്ഥിതം തതഃ തേജഃ, തതഃ തേജഃ സമുത്ഥി, അതിൽ നിന്നും തേജസ് ഉണ്ടായി, രൂപത്തിൽ നിന്നും തേജസ് ഉണ്ടായി. ചക്ഷു രൂപോപലംബനം, കണ്ണ് രൂപത്തെ ഗ്രഹിക്കാനുള്ള ഉപകരണമാണ്. സകല കാഴ്ചകളും കണ്ണുകൊണ്ടാണ് ഗ്രഹിക്കുന്നത്. രൂപത്തെ മനസ്സിലാക്കുന്നത് കണ്ണുകൊണ്ട് മാത്രമാണ്. വായോശ്ച വായോശ്ച സ്പർശതന്മാത്രാ രൂപം ദൈവേരിതാദഭൂത് സമുത്ഥിതം തതസ്തേജ ചക്ഷൂരൂപോപലംബനം. ദൈവേരിതാത് സ്പർശ തന്മാത്രാത് വായോഹോ രൂപം അഭൂത് തതഃ തേജഃ സമുത്ഥിതം ചക്ഷുഃ രൂപോപലംബനം. വായോശ്ച സ്പർശ തന്മാത്രാത് രൂപം ദൈവേരിതാദഭൂത് സമുത്ഥിതം തതസ്തേജഃ ചക്ഷൂരൂപോപലംബനം. വായോശ്ച സ്പർശ തന്മാത്രാത് രൂപം ദൈവേരിതാദഭൂത് സമുത്ഥിതം തതസ്തേജശ്ചക്ഷൂരൂപോപലംബനം. ദ്രവ്യാഗതിത്വം ഗുണതാം വ്യക്തി സംസ്ഥാത്വമേവ ചാം തേജസ്ത്വം തേജസസ്വാധി രൂപമാത്രസ്യ പ്രത്യയാം. ദ്രവ്യാഗതിത്വം, ദ്രവ്യങ്ങളുടെ ആകൃതി, ഗുണത അവയുടെ ഗുണം, വ്യക്തി സംസ്ഥാത്വമേവ ച വ്യക്തിരൂപമായ ദ്രവ്യത്തിന്റെ സംസ്ഥാത്വം, സ്വരൂപം, ഭാവം. ഇത് നാലുമാണ്. ദ്രവ്യാഗതിത്വം, ഗുണത, വ്യക്തി സംസ്ഥാത്വം ഏവച, ഇത് മൂന്നുമാണ്. തേജസ്ത്വം തേജസഃ, തേജസിന്റെ തേജസ്ത്വം, ഇത് മൂന്നുമാണ്. സ്വാദ് ഹി, സ്വാധി, അത് പതിവൃതേ എന്ന് സംബോധന ചെയ്യുകയാണ്. ഹേ സാധ്വി എന്ന് അമ്മയെ വിളിച്ചതാണ്. രൂപമാത്രസ്യ പ്രത്യയഃ, ഇതാണ് രൂപമാത്രത്തിന്റെ വൃത്തികൾ. ദ്രവ്യങ്ങൾക്ക് ആകൃതി ഉണ്ടാക്കി കൊടുക്കൽ രൂപമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ദ്രവ്യവും കണ്ടാൽ തിരിച്ചറിയത്തില്ല. ദ്രവ്യങ്ങളുടെ തിരിച്ചറിവിന് കാരണം രൂപങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് മാത്രമാണ്. ഗുണങ്ങളെ ദ്രവ്യങ്ങളിലേക്ക് യോജിപ്പിക്കുക, അതുകൊണ്ടാണ് ഗുണത. ഇപ്പം റോസപ്പൂവ്, താമരപ്പൂവ്, മുല്ലപ്പൂവ് എന്നിങ്ങനെ പൂക്കളുടെ രൂപഭേദങ്ങൾ കണ്ണുകൊണ്ടാണ് തിരിച്ചറിയുന്നത്. അവയിലെ നിറവും കണ്ണുകൊണ്ടറിയാം. വെള്ള നിറം, ചുവപ്പ് നിറം, നീല നിറം, ഇത് അതിൻ്റെ ഗുണമാണ്. ഈ ഗുണവും
നമ്മൾ കണ്ണുകൊണ്ടാണ്. അപ്പൊ രൂപവും ഗുണവും അറിയുന്നത് നേത്രം കൊണ്ടാണ്, കണ്ണുകൊണ്ടാണ്. ദ്രവ്യാഗതത്വം ഗുണത. ഇനിയും എന്താണ്? ഓരോ ദ്രവ്യത്തിന്റെ സന്നിവേശം എങ്ങനെയാണോ, വ്യക്തി സംസ്ഥാത്വം സ്ഥൂലമായിട്ടാണോ, സൂക്ഷ്മമായിട്ടാണോ, വളഞ്ഞതാണോ, നേരെയാണോ, നിവർന്നതാണോ എന്നിങ്ങനെ ഏത് വിധത്തിലാണ് ദ്രവ്യത്തിന്റെ നിലനിൽപ്പ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നതും കണ്ണാണ്. വടി നീളത്തിലിരിക്കുന്നതാണ്. ഇനിയും അതേപോലെ എന്താണ്, അവിടെ വൃത്താകൃതിയിലാക്കുന്ന ചരട്, അതേപോലെ വളഞ്ഞു വളഞ്ഞിരിക്കുന്ന, ഇതെല്ലാം നമുക്ക് തിരിച്ചറിയുന്നത് രൂപത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ നമ്മൾ എത്തിക്കുന്നത് വ്യക്തി സംസ്ഥാത്വമേവച. ഇതാണ് തേജസ്സിന്റെ തേജസ്തു. അത് രൂപമാത്രത്തിന് വൃത്തികൾ മാത്രവുമാണ്. ദ്രവ്യാഗതിത്വം ഗുണതാം വ്യക്തി സംസ്ഥാത്വമേവചാം തേജസ്ത്വം തേജസസ്സാധ്വി രൂപമാത്രസ്യ വൃത്തയാം. ദ്രവ്യാഗതിത്വം ഗുണത വ്യക്തി സംസ്ഥാത്വം തേജസ്ത്വം തേജസഃ തേജസ്ത്വം ഹേ സാധ്വി രൂപമാത്രസ്യ വൃത്തയഃ. ദ്രവ്യാഗതിത്വം ഗുണതാം വ്യക്തി സംസ്ഥാത്വമേവചാം തേജസ്ത്വം തേജസസ്സാധ്വി രൂപമാത്രസ്യ വൃത്തയാം. ദ്രവ്യാഗതിത്വം ഗുണതാം വ്യക്തി സംസ്ഥാത്വമേവചാം തേജസ്ത്വം തേജസസ്സാധ്വി രൂപമാത്രസ്യ വൃത്തയാം. യോതനം പചനം പാനം അദനം ഹിമമർദ്ദനം തേജസോ വൃത്തയസ്ത്വേതാഃ ശോഷണം ക്ഷുദ്രുടേവചാം. തീർന്നില്ല, തേജസ്സിന്റെ വൃത്തിലക്ഷണങ്ങൾ ഇനിയുമുണ്ട്. യോതനം പ്രകാശിപ്പിക്കാൻ, യോതിപ്പിക്കാൻ. പചനം ദഹിപ്പിക്കാൻ. പാനം ജലം കുടിക്കണമെന്ന് തോന്നിപ്പിക്കുക, പിപാസ ദാഹം ഉണ്ടായിക്കുക, അല്ല തൃഷ. അദനം ഭക്ഷിക്കണമെന്ന തോന്നൽ, ബുഭുക്ഷ, അദനം. അപ്പൊ ദ്യോതനം, പചനം, പാനം, അദനം. പ്രകാശിപ്പിക്കുക, ദഹിപ്പിക്കുക, വെള്ളം കുടിക്കണം തോന്നിക്കുക, ഭക്ഷണം കഴിക്കാൻ തോന്നിക്കുക. അതുപോലെ ഹിമമർദ്ദനം, തണുപ്പിനെ ഇല്ലാതാക്കുക, ഹിമത്തെ മർദ്ദിക്കുക, ഇല്ലാതാക്കുക. തേജസ്സോ, ഇതാണ് തേജസ്സിന്റെ വൃത്തയഃ തു ഏതാഹ വൃത്തയസ്ത്വേതാഹ. ഇവകളാണ് തേജസ്സിന്റെ വൃത്തികൾ. ശോഷണം ക്ഷുദ്രുടേവച. ശോഷിപ്പിക്കുക, ക്ഷീണിപ്പിക്കുക, വിശപ്പുണ്ടാക്കുക, ദാഹം ഉണ്ടാക്കുക, ഇവകളാണ് തേജസ്സിന്റെ അഗ്നിയുടെ വൃത്തികൾ. യോതനം പചനം പാനം അദനം ഹിമമർദ്ദനം തേജസോ വൃത്തയസ്ത്വേതാഃ ശോഷണം ക്ഷുദ്രുടേവചാം. യോതനം പചനം പാനം അദനം ഹിമമർദ്ദനം ശോഷണം ക്ഷുദ്രതൃട്ട് ഏതാഃ വൃത്തയഃ തേജസഃ. യോതനം പചനം പാനം അദനം ഹിമമർദ്ദനം തേജസോ വൃത്തയസ്ത്വേതാഃ ശോഷണം ക്ഷുദ്രുടേവചാം. യോതനം പചനം പാനം അദനം ഹിമമർദ്ദനം തേജസോ വൃത്തയസ്ത്വേതാഃ ശോഷണം ക്ഷുദ്രുടേവചാം. രൂപമാത്രാദ്വികുർവാണാത് തേജസോ ദൈവചോദിതാത് രസമാത്രം അഭൂത് തസ്മാദംഭൂ ജിഹ്വാ രസഗ്രഹാം. രൂപമാത്രാത് വികുർവാണാത്, രൂപമാത്രമായ രൂപമാത്രാത് വികുർവാണാത് വികാരം സംഭവിച്ച തേജസോ തേജസ്സിന് ദൈവചോദിതാത് ദൈവത്തിന്റെ ഈശ്വരശക്തിയുടെ പ്രചോദനം കൊണ്ട് ദൈവചോദിതാത് വികുർവാണാത് രൂപമാത്രാത് കാലരൂപനായ ഈശ്വരന്റെ
സന്നിവേശം കൊണ്ട് രൂപത്തിന് മാറ്റം പ്രാപിക്കാൻ വിധത്തിൽ വികാരം സംഭവിച്ച രൂപമാത്രമായിരിക്കുന്ന തേജസ്സിൽ നിന്നാണ് രസമാത്രം അഭൂത്, രസമുണ്ടായി, രസമെന്ന തന്മാത്രയുണ്ടായി. തസ്മാത് അംഭോ, അതിന് വെള്ളമുണ്ടായി. ജിഹ്വ രസഗ്രഹ, അത് നാവില് സ്വാദറിയാൻ ഉപകരിക്കുന്നതാണ്. നാവിൽ വെള്ളമൂറുക എന്നാ പറയുക. നാവിന്റെ അറ്റത്ത് വെള്ളമുള്ളത് കൊണ്ടാണ് സ്വാദറിയാൻ പറ്റുന്നത്, അല്ലെ അറിയാൻ പറ്റില്ല. സ്വാദറിയാനുള്ള ഏക ഉപകരണം നാവ് മാത്രമേ ഉള്ളൂ. കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ സ്വാദറിയത്തില്ല, കണ്ണുകൊണ്ട് നോക്കിയാൽ അറിയത്തില്ല, മണത്ത് നോക്കിയാൽ അറിയത്തില്ല. പിന്നെ സ്വാദറിയാനുള്ള ഏക ഉപകരണം നാക്കാണ്. നാക്കിന്റെ അറ്റമാണ് ജിഹ്വാഗ്രവർത്തി രഫ. ജിഹ്വയുടെ അറ്റത്ത് കാണപ്പെടുന്ന ഒരു ചെറിയ ജലാംശമാണ് സ്വാദ് തരാൻ കാരണം. എത്ര വൃത്തിയായിട്ടാണ് ഇവര് ശാസ്ത്രജ്ഞന്മാരെക്കാൾ ഗഹനമായി കണ്ടുപിടിച്ചത്. നാവിന്റെ രുചി അറിയാനുള്ള ആ പ്രദേശം, ഉപകരണം ജിഹ്വാഗ്രവർത്തി. ജിഹ്വ രസഗ്രഹ. അപ്പം കാലസ്വരൂപനായ ഈശ്വരന്റെ ശക്തി കൊണ്ട് രൂപമാറ്റത്തെ പ്രാപിക്കത്തക്ക വിധത്തിൽ മാറ്റം സംഭവിച്ചതായ തേജസ്സിൽ നിന്നും രസമുണ്ടായി. രസമെന്ന സൂക്ഷ്മ തന്മാത്രയുണ്ടായി. അതിൽ നിന്ന് ജലമുണ്ടായി. രസത്തെ ഗ്രഹിക്കാൻ ജിഹ്വ എന്ന ഇന്ദ്രിയം ഉണ്ടായി. രൂപമാത്രാത് വികുർവാണാത് തേജസോ ദൈവചോദിതാത് രസമാത്രം അഭൂത് തസ്മാദംഭോ ജിഹ്വാ രസഗ്രഹാം. ദൈവചോദിതാത് വികുർവാണാത് രൂപമാത്രാത് തേജസഃ രസമാത്രം അഭൂത് തസ്മാത് അംഭ ജിഹ്വാ രസഗ്രഹം. രൂപമാത്രാത് വികുർവാണാം തേജസോ ദൈവചോദിതാത് രസമാത്രം അഭൂത് തസ്മാദംഭോ ജിഹ്വാ രസഗ്രഹാം. രൂപമാത്രാത് വികുർവാണാം തേജസോ ദൈവചോദിതാത് രസമാത്രം അഭൂത് തസ്മാദംഭോ ജിഹ്വാ രസഗ്രഹാം. കഷായോ മധുരസ്തിക്തക്കട്വം വൈദ്യുനൈകഥാം ഭൗതികാനം വികാരേണ രസ ഏകോ വിഭിദ്യതേ. കഷായം മധുരം തിക്തം കടു അമ്ളം. കഷായം മധുരം തിക്തം കടു അമ്ളം ലവണം എന്നിങ്ങനെ 6 വിധത്തിലുള്ള ഈ രസങ്ങൾ അന്യോന്യം കൂടിച്ചേരുന്നത് കൊണ്ടാണ് ഈ രസങ്ങളെ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ രസത്തെ തിരിച്ചറിയാൻ പറ്റില്ല. ദ്രവ്യങ്ങളുടെ വികാരം കൊണ്ടാണ്. ഭൗതികാനാം വികാരേണ, ഭൗതികം ഭൂതത്തെ സംബന്ധിക്കുന്ന ദ്രവ്യങ്ങളാണ്. ആ ദ്രവ്യങ്ങളുടെ വികാരം കൊണ്ട് രസഃ ഏകഃ, രസം ഒന്നേ ഉള്ളെങ്കിലും വിഭിദ്യതയെ 6ആയിട്ട് ഭേദിക്കപ്പെടും. രസം എന്നുള്ളത് ഏകാനുഭവമാണ്. പക്ഷെ അതിനെ നാവ് 6 തരത്തിലാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക നാവിന്റെ ജോലിയാണ്. കയ്പുള്ളതാണ്, കമർപ്പുള്ളതാണ്, മധുരമുള്ളതാണ്, അതേപോലെ എരിവുള്ളതാണ്, പുളിയുള്ളതാണ്, ഉപ്പുള്ളതാണ് എന്നിങ്ങനെ പല വിധത്തിലാക്കിത്തരേണ്ട ജോലി നാവിന്റെ അറ്റത്തുള്ള വെള്ളത്തിനാണ്, രസത്തിനാണ്. കഷായോ മധുരസ്തിക്തക്കട്വം വൈദ്യുനൈകഥാം ഭൗതികാനം വികാരേണ രസ ഏകോ വിഭിദ്യതേ. ഭൗതികാനാം വികാരേണ ഏകഃ രസഃ വിഭിദ്യതേ. കഷായഃ മധുരഃ തിക്തഃ കടു അമ്ല ഇതി നൈകഥാ. കഷായോ മധുരസ്തിക്തക്കട്വം വൈദ്യുനൈകഥാം ഭൗതികാനാം വികാരേ ഭൗതികാനാം വികാരേണ രസ ഏകോ വിഭിദ്യതേ. കഷായോ മധുരസ്തിക്തക്കട്വം വൈദ്യുനൈകഥാം ഭൗതികാനാം വികാരേണ രസ ഏകോ വിഭിദ്യതേ. ക്ലേദനം പിണ്ഡനം തൃപ്തി. പ്രാണനപ്യയനോ അപ്യയനോന്തരം താപാപനോദോ ഭൂയസ്ത്വം
അംഭസോ വൃത്തയസ്തിമാഹ. ഇനി വെള്ളത്തിന്റെ വൃത്തികളെ കുറിച്ച് പറയാം. വെള്ളത്തിന്റെ പ്രവൃത്തികൾ എന്താവുക? എന്താണ് ക്ലേദനം? ആർദ്രമുള്ളതാക്കുക, നനവുള്ളതാക്കുക. ഇപ്പൊ ഗോതമ്പൊടി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നനവുള്ളതായിട്ട് അത് ക്ലേദിക്കപ്പെടും, ക്ലേദനം. അതേപോലെ പിണ്ഡമാക്കുക, പൊടിയായിരുന്ന വസ്തുവിനെ ഒന്നിച്ച് കട്ടിയുള്ളതാക്കി മാറ്റാൻ പറ്റുക, പിണ്ഡനം. അതേപോലെ എന്താ അവിടെ തൃപ്തി, മതി എന്ന് തോന്നിക്കൽ. പ്രാണനം, ജീവിപ്പിക്കൽ. അപ്യായനം, ക്ഷീണിപ്പിക്കൽ. അപ്യായന ഉന്ദനം, അപ്യായനോന്ദനം. ഉന്ദനം മൃദുവാണ്. ക്ലേദനം, പിണ്ഡനം, തൃപ്തി, പ്രാണന, അപ്യായന, ഉന്ദനം. പ്രാണന അപ്യായനോന്ദനം എന്നൊറ്റ വാക്കായിട്ടാണ് എഴുതിയേക്കുന്നത്. നമുക്ക് പദം പിരിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഉറപ്പിച്ചിട്ട് ഒന്നിച്ചാക്കും. ജലത്തിന്റെ ലക്ഷണം പറയുകയാണ്: വസ്തുക്കളെ ആർദ്രമാക്കി മാറ്റുക, അണുപരിമിതമായ പല വസ്തുക്കളെയും ഒന്നാക്കി മാറ്റുക, പിണ്ഡമാക്കി മാറ്റുക, മതി എന്നുള്ള തൃപ്തി ഉണ്ടാക്കുക, ജീവാത്മാവിനെ നിലനിർത്തുക, ദാഹം നിമിത്തമുള്ള ക്ഷീണം വരുത്തി ശക്തി ഉണ്ടാക്കുക, സാധനങ്ങളെ മൃദുവാക്കി തീർക്കുക. ക്ലേദനം, പിണ്ഡനം, തൃപ്തി, പ്രാണന, അപ്യയന, ഉന്ദനം. താപാപനോദോ, ചൂടിനെ ഇല്ലാതാക്കുക, താപത്തെ അപനോദനം ചെയ്യുക, നശിപ്പിക്കണം. ഭൂയഃ തു അംഭസോ വൃത്തയസ്തു ഇമാഹ. ഭൂയസ്ത്വം, വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കൽ, ഉറവകൾ എന്ന് പറയാം. ഇമാഹ വൃത്തയഃ, ഇതകൾ, അംഭസ, ഇത്രയും ജലത്തിനുള്ള വൃത്തികളാണ്. കിണറ്റിൽ നിന്നും വെള്ളം എടുക്കും തോറും ഉറവയിൽ കൂടി പിന്നെയും വെള്ളം വന്ന് കൂടിക്കൊണ്ടേയിരിക്കാം. അതുപോലെ ചൂട് ഇല്ലാതാക്കുക. ഇതൊക്കെ വെള്ളത്തിന്റെ വൃത്തികളാണ്. ക്ലേദനം, പിണ്ഡനം, തൃപ്തി, പ്രാണനാപ്യായനോന്ദനം. താപാപനോദോ ഭൂയസ്ത്വമംഭസോ, ഭൂയസ്ത്വമംഭസോ വൃത്തയസ്ത്വിമാഹ. ക്ലേദനം, പിണ്ഡനം, തൃപ്തി, പ്രാണനം, ആപ്യായനം, ഉന്ദനം, താപോപനോദഃ, ഭൂയസ്ത്വം ഇമാഹ വൃത്തയഃ അംഭസഃ. ക്ലേദനം, പിണ്ഡനം, തൃപ്തി, പ്രാണനാപ്യേനോന്ദനം, താപാപനോദോ ഭൂയസ്ത്വം അംഭസോ വൃത്തയസ്ത്വിമാഹം. ക്ലേദനം, പിണ്ഡനം, തൃപ്തി, പ്രാണനാപ്യേനോന്ദനം, താപാപനോദോ ഭൂയസ്ത്വം അംഭസോ വൃത്തയസ്ത്വിമാഹം. ക്ലേദനം, പിണ്ഡനം, തൃപ്തി, പ്രാണനാപ്യേനോന്ദനം, താപാപനോദോ ഭൂയസ്ത്വം അംഭസോ വൃത്തയസ്ത്വിമാഹം. രസമാത്രാദ് വികുർവാണാദ് അംഭസോ ദൈവചോദിതാദ്. ഗന്ധമാത്രമഭൂസ്തസ്മാത് പൃഥ്വീ ഘ്രാണസ്തു ഗന്ധകാം. രസമാത്രാദ് വികുർവാണാദ് അംഭസഃ ദൈവചോദിതാദ്. മുമ്പത്തെ വരി തന്നെയാ ഇവിടെ. ഈശ്വര പ്രേരണ കൊണ്ട് വികൃതി സംഭവിച്ച, വികാരം സംഭവിച്ച രസതന്മാത്രാത് അംഭസഃ, രസതന്മാത്രമായ വെള്ളത്തിൽ നിന്നും ഗന്ധമാത്രം, ഗന്ധമെന്ന തന്മാത്ര, സൂക്ഷ്മഭൂതാംശം അഭൂത് ഉണ്ടായി. രസമാത്രാത് വികുർവാണാത് അംഭസോ ദൈവചോദിതാത്. ദൈവചോദിതാത്
വികുർവാണാത് രഫമാത്രാത് അംഭസു ഗന്ധമാത്രം അഭൂത്. തസ്മാത് അതിൽ നിന്നും പൃഥ്വി ഭൂമി ഉണ്ടായി. ഘ്രാണസ്തു ഗന്ധക നാസികയാകട്ടെ ഗന്ധത്തെ ഗ്രഹിക്കുന്നതാണ്. ഘ്രാണഹ തു ഘ്രാണം മൂക്ക് നാസിക, അത് ഗന്ധക ഗന്ധത്തെ ഗ്രഹിക്കാൻ സഹായിക്കുന്നത് നാസികയാണ്, മൂക്കാണ്. രസമാത്രാത് വികുർവാണാത് അംഭസോ ദൈവ ചോദിതാത് ഗന്ധമാത്രം അഭൂത് തസ്മാത് പൃഥ്വി ഘ്രാണസ്തു ഗന്ധകാം. ദൈവചോദിതാത് വികുർവാണാത് രസമാത്രാത് അംഭസഃ ഗന്ധമാത്രം അഭൂത് പൃഥ്വി ഘ്രാണഃ തു ഗന്ധകഃ. രസമാത്രാത് വികുർവാണാത് അംഭസോ ദൈവചോദിതാത് ഗന്ധമാത്രം അഭൂത് തസ്മാത് പൃഥ്വി ഘ്രാണസ്തു ഗന്ധകാം. രസമാത്രാത് വികുർവാണാത് അംഭസോ ദൈവചോദിതാത് ഗന്ധമാത്രം അഭൂത് തസ്മാത് പൃഥ്വി ഘ്രാണസ്തു ഗന്ധകാം. കരംഭവോതി സൗരഭ്യാം ശാന്തോഗ്രാമ്ലാദിഭിഃ പൃഥക് ദ്രവ്യാവയവൈഷമ്യാത് ഗന്ധ ഏകോ വിഭിദ്യതേ. കരംഭ ഊതി സൗരഭ്യ ശാന്ത ഉഗ്ര അമ്ലാദിഭിഃ. കരംഭ എന്ന് വെച്ചാൽ ഒന്നിച്ചു കൂടി ചേർന്ന പല പല ഗന്ധങ്ങൾ ഒന്നിച്ചു കൂടി ചേരുന്ന പേരാണ് കരംഭം എന്ന്. കരംഭം. അതേപോലെ പൂതി ദുർഗന്ധം. കരംഭഭൂതി. സൗരഭ്യം സുഗന്ധം. ശാന്തം സന്തോഷത്തെ ഉണ്ടാക്കുന്ന. ഉഗ്രം വെറുപ്പുണ്ടാക്കുന്ന. അമ്ലാദിഭിഹി പുളിപ്പ് ഉണ്ടാക്കുന്ന ആദികളാൽ അമ്ലാദിഭിഹി. ഗന്ധ ഏകോ വിഭിദ്യത. ഗന്ധം ഒന്നാണ്, പക്ഷെ അത് പലതരത്തിൽ ഭേദിക്കപ്പെട്ട പല അനുഭവങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ഏകമായ ഗന്ധം അനേക ദ്രവ്യങ്ങളുടെ ചേർച്ച കൊണ്ട് അതാതിന്റെ ധർമ്മത്തെ അംഗീകരിച്ചിട്ട് കരഭം, പൂതി, സൗരഭ്യം, ശാന്തം, ഉഗ്രം, പുളിപ്പ് എന്നിങ്ങനെ ബഹുവിധ ഭേദങ്ങളെ ഉണ്ടാക്കുന്നതിന്റെ ലക്ഷണമാണ്. കരം ഭഭൂതി സൗരഭ്യാം ശാന്തോഗ്രാമ്ലാദിഭിഃ പൃഥക് ദ്രവ്യ അവയവ വൈഷമ്യാത് ഗന്ധ ഏകോ വിഭിദ്യതേ. ദ്രവ്യാവയവ വൈഷമ്യാത് ഏകഃ ഗന്ധഃ വിഭിദ്യതി. കരംഭഃ പൂതിഃ സൗരഭ്യ ശാന്തം ഉഗ്രം അമ്ലാദിഭിഃ. കരം ഭഭൂതി സൗരഭ്യാം ശാന്തോ ഉഗ്രമ്ലാദിഭിഃ പൃഥക് ദ്രവ്യാവയവ വൈഷമ്യാത് ഗന്ധ ഏകോ വിഭിദ്യതേ. കരം ഭഭൂതി സൗരഭ്യാം ശാന്തോഗ്രമ്ലാദിഭിഃ പൃഥക് ദ്രവ്യാവയവ വൈഷമ്യാത് ഗന്ധ ഏകോ വിഭിദ്യതേ. കരം ഭഭൂതി സൗരഭ്യാം ശാന്തോഗ്രാമ്ലാദിഭിഃ പൃഥക് ദ്രവ്യാവയവ വൈഷമ്യാത് ഗന്ധ ഏകോ വിഭിദ്യതേ. ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോദ്ഭേദ പൃഥ്വീ വൃത്തിലക്ഷണം. ഇനിയും പൃഥ്വിയുടെ പ്രവൃത്തിയുടെ ലക്ഷണം പറയുകയാണ്. ബ്രഹ്മണ ഭാവനം, ബ്രഹ്മത്തെ ഉപാസിക്കാൻ തക്ക ഒരു ആകൃതി ഉണ്ടാക്കണം. ഭാവനം ബ്രഹ്മണ. സ്ഥാനം ധാരണം സദ്വിശേഷണം, പ്രാണികൾക്ക് വസിക്കാനുള്ള സ്ഥാനം, സകല ജീവജാലങ്ങളെയും നിലനിർത്തൽ, സദ് വിശേഷണം സത്തിന്റെ വിശേഷണമായ
ആകാശാദികളുടെ ഭാഗമായിരിക്കൽ എന്നുള്ളത് സർവസത്വഗുണോദ്ഭേദ, എല്ലാ ജീവജാലങ്ങളുടെയും ഗുണത്തെ ഭേദിപ്പിച്ചു കൊണ്ടിരിക്കൽ പൃഥ്വി വൃത്തിലക്ഷണം. അത് പൃഥ്വിയുടെ ധർമ്മങ്ങളിൽപ്പെടുന്നതാണ്, വൃത്തിലക്ഷണമാണ്. ബ്രഹ്മത്തിന്റെ ഭാവനയ്ക്ക് ഉപകരിക്കുന്ന മൂർത്തിഭേദങ്ങൾ അത് പ്രതിമാദികളായിരിക്കുന്ന മട്ടിൽ അതിനെ നിർമ്മിക്കാനുള്ള ഒരു സാധനം പൃഥ്വിയാണ്, ഭൂമിയാണ്, മണ്ണാണ് എന്നത്. മണ്ണുകൊണ്ടാണ് അരൂപമായ ഈശ്വരന്റെ ആകൃതികൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതാണ് ബ്രഹ്മണ ഭാവന, ബ്രഹ്മചൈതന്യത്തെ രൂപങ്ങളായിട്ട് ഭാവന ചെയ്യൽ. പിന്നെ സ്ഥാനം, ധാരണം, സദ്വിശേഷം. ജലത്തിനിരിക്കാനുള്ള ഇരിപ്പിടമാണ് ഭൂമി അല്ലെങ്കിൽ പൃഥ്വി. പൃഥ്വിയിലാണ് വെള്ളം ഇരിക്കുന്നത്. അതുപോലെ ആകാശാദികളായ ഭൂതങ്ങളുടെ ഒരു അളവ്, അതിൻ്റെ അതിര്, അത് കാണിക്കാൻ ഉപകരിക്കുന്ന ഒരു ഭാഗമാണ് ഭൂമി. ഭൂമിയിലാണ് ബാക്കി എല്ലാം നിലനിൽക്കുന്നത്, പഞ്ചഭൂതങ്ങൾ ബാക്കിയല്ല. അതേപോലെ എല്ലാ പ്രാണികളുടെയും രൂപഭേദങ്ങൾ, ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണ് എന്നിങ്ങനെ അവയെ പരിണമിപ്പിക്കൽ പൃഥ്വിയുടെ ലക്ഷണമാണ്. ഈ കാണുന്നതാണ് പൃഥ്വിയുടെ കാരണദ്രവ്യം എന്ന നിമിത്ത ലക്ഷണം. ഭാവനം ബ്രഹ്മണ സ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോദ്ഭേദ പൃഥ്വി വൃത്തിലക്ഷണം. ബ്രഹ്മണ ഭാവനം സ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോദ്ഭേദ പൃഥ്വി വൃത്തിലക്ഷണം. ഭാവനം ബ്രഹ്മണ സ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോദ്ഭേദ പൃഥ്വി വൃത്തിലക്ഷണം. ഭാവനം ബ്രഹ്മണ സ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോദ്ഭേദ പൃഥ്വി വൃത്തിലക്ഷണം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളെ കുറിച്ചും അവയുടെ തന്മാത്രകളെ കുറിച്ചുള്ള ലക്ഷണങ്ങൾ ഏതാണെന്ന് പറഞ്ഞ് ഉപസംഹരിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിയേക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഉപസംഹരിച്ചതിന് ശേഷം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.